back. I'll be back.
സാക്ഷിക്കുവേ നിന്നെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിടണമേ. ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ആകാശവും ഭൂമിയും തന്റെ മഹത്വങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ബലവാനായ നമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കർത്താവേ നിനക്ക് സ്തുതി. വാഴ്ത്തുന്നു ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവംശത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ഞങ്ങളുടെ കാലോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷിക്കാതെ എന്തുകൊണ്ട് ശക്തിയും മഹത്വവും നിറമാകുന്നു. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞതായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം നീ ആകയാൽ സ്തോത്രം. കുടുംബ ജീവിതമാകുന്ന ഭാഗ്യകരമായ ആ അവസ്ഥയിലേക്ക് മനുഷ്യരെ കൈപിടിച്ച് നടത്തുന്നത് നീ ആകയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലെ ജീവിത അനുഭവങ്ങൾ തനിച്ചല്ല ഒരുമിച്ച് ചെലവഴിക്കുവാനായി കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചവൻ നീയാണ്. നീയാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട കുടുംബ ജീവിതങ്ങളാകുന്നു സ്ഥിരമായി നിലനിൽക്കുന്നത്. കാറ്റും കോളും അതിനെ അതിജീവിക്കുവാനായി സാധിക്കത്തില്ല എന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നവർക്ക് സ്തോത്രം. മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം. അവരുടെ അനുഗ്രഹീത ശുശ്രൂഷകൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവേ, പ്രിയ മാതാവിന്റെ വേർപാടിന് ശേഷവും കർത്താവ് നിലനിർത്തിയതായിട്ടുള്ള വ്യക്തികൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവെ, അനുഗ്രഹീത ആ മാതാവിന്റെ മൂല്യങ്ങളെ എപ്പോഴും മുറുകെ പിടിപ്പാൻ ഇടയാക്കണം. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവ കരം മുറുകെ പിടിപ്പാൻ പ്രിയ അമ്മയെ പോലെ സാധ്യമായി തീരുവാൻ പ്രിയ മക്കളോടുകൂടി പരിശുദ്ധാത്മാവിന് കൃപയുണ്ടായിരിക്കണം. സണ്ണിച്ചാനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം കർത്താവേ. സഹോദരങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ വാഴ്ത്തണം. കുടുംബമായി പാർക്കുന്ന സഹോദരിക്കായി സ്തോത്രം, സഞ്ജോയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കണം ദൈവമായ കർത്താവേ. ഇന്ന് പ്രിയ മക്കൾ ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പുതിയ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങളായിരിക്കാൻ കർത്താവ് സഹായിക്കണം. വ്യത്യസ്ത കുടുംബ അന്തരീക്ഷത്തിൽ വളർന്നതായ പ്രിയ മക്കൾ കർത്താവെ നിന്റെ സ്നേഹത്തിൽ ഒന്നായി തീരുമ്പോൾ ദൈവം ആ കുടുംബ ജീവിതത്തിന്റെ വെളിച്ചമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഇന്നത്തെ വിവാഹ വിശേഷ ശുശ്രൂഷയിൽ ദൈവ കൃപ വ്യാപരിക്കണമേ. കർത്താവെ ഞങ്ങളുടെ എല്ലാ ആലോചനകളുമേൽ കർത്താവ് ജയമെടുക്കണമേ. ഞങ്ങളുടെ തീരുമാനങ്ങളോ ഞങ്ങളുടെ ഹിതമോ അല്ല, നിന്റെ ഹിതം തന്നെ
ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ കർത്താവ് സഹായിക്കണമേ, ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹിതമെങ്കിൽ ഇന്ന് ഏറ്റവും അനുയോജ്യമായ തീരുമാനങ്ങളെ കൈക്കൊണ്ട് പ്രിയ മക്കൾ കുടുംബ ജീവിതമാകുന്ന അനുഗ്രഹീത അവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിലേക്ക് പ്രവേശിപ്പാനായി കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അളവറ്റതായിട്ടുള്ള കൃപകളാൽ നീ അവരെ നിറയ്ക്കണം. ഇന്നത്തെ കർത്താവെ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ ദൈവകൃപ ധാരാളമായി വ്യാപരിക്കണമേ. വന്നു ചേരേണ്ടവരെയൊക്കെ കൂട്ടിവരുത്തണമേ. അനുകൂലമായ കാലാവസ്ഥ ഇന്നയോളം ഈ സമയം നൽകിയതായിട്ട് കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, പ്രിയ മക്കൾ അവിടുന്ന് പ്രിയ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ യാത്രാമധ്യേ കർത്താവിന്റെ കാവലും സുരക്ഷിതത്വം അനുഭവിച്ചറിയുവാൻ സഹായിക്കണം. ക്രൂശിന്റെ മുദ്ര വാഹനങ്ങൾക്ക് കാവലായിരിക്കണമേ. ദൈവകൃപ നിറഞ്ഞ ശുശ്രൂഷകളിലൂടെ, അച്ഛന്മാരുടെ പ്രാർത്ഥനകളിലൂടെ, വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ പ്രിയ മക്കൾ ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിപ്പാനും സ്വർഗം സന്തോഷിപ്പാനും ചുറ്റുപാടുകൾ ആനന്ദിപ്പാനും കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധ്യാസമയത്ത് ഒരു കുടുംബ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുമ്പോൾ യഹോവയുടെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു, ദൈവം എല്ലാം ചെന്ന് ഉചിതമായി പര്യവസാനിപ്പിച്ചു എന്ന് പറയുവാൻ കർത്താവ്, കുട്ടികളെ മടക്കി നിന്നെ സ്തുതിപ്പാൻ സ്തോത്രം ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങൾ വീണ്ടും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയൊക്കെ മാനിക്കണമേ. ദൈവഹിതം പോലെ അവരെ നടത്തണമേ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ഇനിയുള്ള ജീവിതങ്ങളൊക്കെയും കെട്ടുപണി ചെയ്യുവാൻ നീ അവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്നിരിക്കുന്ന തലവണക്കിയിരിക്കുന്ന പ്രിയ മക്കൾ എല്ലാവരെയും നീ വാഴ്ത്തണമേ. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ഏവർക്കും സാധ്യമാക്കി തരും. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും കാവലും നടത്തിപ്പും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുമേലും തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയ മക്കളുടെ മേലും പ്രത്യേകിച്ച് വിശുദ്ധ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലൂടെ പുതിയ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന പുതിയ തീരുമാനങ്ങളെ കൈക്കൊള്ളുന്ന പ്രിയ മക്കളുടെ മേലും അവർ കുടുംബങ്ങളുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുന്നവരാകട്ടെ.